നീ എന്തിനു പണി ചെയ്തുകൊണ്ടിരിക്കുന്നു? നീ അവിടെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കണ? ആശാനെ ഞാൻ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കണല്ല, ഞാനാണെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് എത്രയെന്ന് നോക്കിയത്. സബ്സ്ക്രൈബേഴ്സ് അതെന്തര് എന്ന് വെച്ചാ ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യണത്. പിന്നെ നാളെ ആണെങ്കിൽ ഞാൻ കേറിയില്ല, ക്ലിക്കായി കഴിഞ്ഞാ ഞാൻ ആരാ? ആര്? സെലിബ്രിറ്റി. അപ്പൊ ആശാൻ ആരാ? ആര്? സെലിബ്രിറ്റിന്റെ ആശാൻ. അപ്പൊ ആശാന്റെ ലെവൽ അങ്ങ് മാറൂലേ? നീ എന്റെ ലെവലൊന്നും മാറ്റണ്ട കേട്ടാ. ഇങ്ങോട്ട് പാടാ, ഒന്ന് വണ്ടി ഓടാ. ആശാനെ ഈ 10-15 വർഷമായിട്ട് ഇങ്ങനെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കണം. ഇനിയും വണ്ടി കഴുകിയ വണ്ടി മാഞ്ഞു പോവും. കളി കടിക്കല്ലേ? നീ ഒരു കാര്യം ചെയ്, ഒന്നീ വണ്ടി തൊടാ, എനിക്ക് ആ സ്പാൻഡർ എടുത്തോണ്ട് ഓ. ഇനി ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് പണി ഓടിച്ച് കഴുകിയപ്പോ ഞാൻ സ്പാനർ എടുത്തിട്ട് അങ്ങനെ തലക്കിട്ട് കൊടുക്കും. എന്നാ പിടി പോ. വന്ന് കണ്ടപ്പോ തൊട്ട് ഒരേ ഇരിപ്പാണ്, ഒരു ഗുണവും ഇല്ല. വെറുതെ ഇരുന്ന് കുതി നുണയും പറയാ, നാട്ടുകാരെ പറ്റി കുറ്റം പറയാ, ആരെയും പറ്റി കുറ്റം പറയാ. ആശാനെ അത് ആശാനിട്ടുള്ള കുത്താണ്. പറയട്ടടാ, അവൻ മുഴുവൻ ഉരുട്ടി എനിക്ക് തരട്ടെ. അവനുള്ള ഉപ്പേരി ഞാൻ വച്ചിട്ടുണ്ട്. ഒന്നീ അവനവന് ഗുണം വേണം, ഇല്ലെങ്കിൽ നാട്ടുകാർക്കെങ്കിലും ഗുണം വേണം. ഇതാർക്കും ഒരു ഗുണമില്ല, ചുമ്മാ സ്ഥലം മെനക്കിടന്ന ഒരു ആക്രിക്കടയും. ആക്രിക്കടയും അച്ഛനെന്ത്? ഞാൻ കുറെ നോക്കിയല്ലേ പറഞ്ഞത്. നീ ആരാ പറഞ്ഞത്? ഞാൻ ആരെ പറഞ്ഞു? ഞാൻ കുറെ പറഞ്ഞു. പറഞ്ഞ ഓ വല്ലതും പറയണമെങ്കിൽ മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം കേട്ടാ. ഞാൻ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത്. മുഖത്ത് നോക്കി അച്ഛനെന്താ വെച്ചാ കുരങ്ങനെ പറയുമ്പോ ഇത്ര കൊള്ളായി? അച്ഛന്റെ കൂട്ടുകാരനാ അത്. എന്തുവാ ഇത്? എപ്പോ നോക്കിയാലും രണ്ടു കൂടെ അയൽപ്പക്കത്തെ ആൾക്കാരുണ്ട് കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ എങ്ങനെ പറയാ? ഞാൻ ഗൾഫിൽ നിന്നപ്പോ അച്ഛൻ എടാ 2 ലക്ഷം ആയടാ പണി തീർന്നില്ലേ, 2 ലക്ഷം ആയടാ പണി തീർന്നില്ല എന്ന് പറഞ്ഞിട്ട് പണി തീർച്ചയുണ്ട്. കാട്ടിലെ കണ്ണനും കബീഷു. അതാണ് വീട് പണിതില്ലെന്നും ഞാൻ പറയണില്ല. ഇത് എന്തും മാത്രം പൈസ. ഞാൻ മാക്സിനെടുത്ത് ചോദിച്ചു, ഇതിന് മാത്രം ചെലവഴിക്കണ 7 ലക്ഷം രൂപ, 2 മുറി ഇറക്കായിരുന്നു. ആശാൻ ഇങ്ങനെ മാത്രം കുറ്റപ്പെടുത്തല്ലേ, എന്നാലും ഈ വീടിന്റെ ഔഷധിയാണ്. വീടിന്റെ ഔഷധം നിന്റെ ചോദിച്ചാ പോയാ ഷെട്ടി പോയിടാ കൊണ്ട് ഔഷധിയം ഉണ്ട്. അതെ രാമ, നീ വിഷമിക്കരുത്. അതെന്തിനാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അറിയോ? നിനക്കുണ്ടാവുന്ന പിള്ളേർക്ക് കളിക്കാൻ. അപ്പച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ, 150 രൂപ എടുത്താൽ ഞെക്കിയ പി ആക്കണ ആനയും കുരങ്ങനെ വരെ ഇവിടെ കിട്ടും. അപ്പാണ് അല്ല ഇത് ഞെക്കണ്ടല്ലോ, ഇത് അവിടെ തന്നെ നിക്കല്ലേ. അത് ശരിയാ, അതൊരു പോയിന്റ്. 1 ലക്ഷം രൂപ ആന. ഞാൻ ഒന്നും പറയുന്നില്ല. നീ പറയണ്ട, നിന്നെ തല്ലടാ പറഞ്ഞ ഷെട്ടി പോ അങ്ങോട്ട്. ോടുള്ള ദേഷ്യമാണ് ഈ കാണിക്കുന്നത്. എനിക്കറിഞ്ഞ എന്റെ പെണ്ണു മക്കളെ ശരിക്കല്ലേ? നീ ആരെ? ഞാനാ? നീ വന്ന നേരത്തെ കുരങ്ങാണ്. എന്താണ് കുരങ്ങന്റെ മുമ്പേ കാര്യം ഉണ്ടാക്കുന്നത്? കുരങ്ങനെ ഉണ്ടാക്കാം. അല്ല അപ്പച്ചി, കുരങ്ങനെ പറയുമ്പോ അച്ഛൻ ഇത്ര വിഷമം എന്ത്? പള്ളി തൂക്കി നിൽക്കാണ്. പള്ളി തൂക്കിപ്പിച്ചാ ഞാൻ. എനിക്ക് മനസ്സിലായി. കുഴപ്പമുണ്ടാ? അത് നിനക്കെന്ത് ഇത്ര വിഷമം? അത് എന്ത് പാടുണ്ടെന്നറിയാം അച്ഛങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണോ? പിന്നെ ഇവനത് കുറ്റം കുരങ്ങൻ. എന്തിനു ചേട്ടാ ഇങ്ങനെ ചുമ്മാ ഇളക്കണ മാമനായിട്ട്? വിചാരം കണ്ട ഉണ്ണിപ്പിള്ള ഉണ്ടാക്കി പോലെയാണല്ലോ അത്. ഞാൻ ഉണ്ടാക്കി എന്റെ അടുത്ത് പറഞ്ഞ. പിന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് പള്ളി തൂക്കിക്കണെന്ന് പറഞ്ഞത്. എന്താണ് ഇവിടത്തെ പ്രശ്നം? കുരങ്ങനാണോ പ്രശ്നം? എനിക്ക് എന്തോ ഇത് രാവിലെ ഒന്നും ഇല്ലല്ലോ വേറെ. എന്തിനു വേറെ? ഇത് രാവിലെ നിനക്ക് തലയ്ക്ക് സുഖല്ലേ? തലയ്ക്ക് സുഖമില്ലേ? പോയി കുളിച്ചോണ്ട് പോ. ഇതൊക്കെ കാണുമ്പോ കുറച്ച് സുഖം കുറയും. ഇതൊക്കെ കാണും മക്കളെ, വിളിച്ചോണ്ട് പോ. വിളിച്ചോണ്ട് നീ വിളിച്ചോണ്ട് പോ. ഇതിനടുത്ത് ഞാൻ പലവണ പറഞ്ഞു ഇവിടെ ഒന്നും സംസാരിക്കില്ല, നീ ഷെഡിൽ പോയി വല്ല സംസാരിക്കണം. മനസ്സിലായ? നീ എന്താ എന്റെ അടുത്ത് സംസാരിക്കണം? നീ എന്താ കണ്ടുകൂട്ടി നോക്കണത്? ഓടാത്ത നിന്റെ വർക്ക്ഷോപ്പിൽ. മാമ
പോടാ അവിടുന്ന്. മാമന്റെ സ്റ്റാഫിനെ പറഞ്ഞിട്ട് മാമൻ ഒരു ചൂടാവണില്ലേ? ഇവ ആരാ പറയാത്തത്? ചിന്നു അതിങ്ങനെ ആരാ പോടാ. പറയാ? അല്ല ഇവിടെ ഇങ്ങനെ പറയും. ഇവിടെ കുരങ്ങനല്ലേ പ്രശ്നം ആ. ദേ, നീ അതിനെ അങ്ങ് തല്ലി പൊട്ടിച്ചു കളാം ആ തല്ലി പഠിച്ച് കളഞ്ഞ ഇത് തല്ലുപൊടിയൊന്നും പറ്റൂല. അത്ര പാടുപെട്ടാണ് ഉണ്ടാക്കിയത്. നീ പോടാ, നീ നോയിക്കൊണ്ടിരുന്ന ചെയ്യടാ. കൂടെ ഓഹോ നീ പാടാ. ഓ നമുക്ക് ചെറുക്കൻ വർത്താനം പോയപ്പോ വേറെ- ചാടി വേറെ തുടങ്ങി. പണി. അണ്ണനെ പൊക്കിക്കൂടെ എന്നാ? എന്റെ ഒരു- പോട്ടോ ഇന്ന് എന്താ കുരങ്ങന്റെ കളി ഇന്ന് മതി അതല്ല അപ്പച്ചി, അങ്ങേര് ആ ചെറുക്കനെ വരെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്ത്? ആ, എന്നെ ചീത്ത വിളിക്കാൻ. കൊച്ചു ചെറുക്കനാണ് അവൻ. അവന്റെ അണ്ണനെ പൊക്കിക്കൂടെ എന്ന്. അവന്റെ ഓ എടാ പോടാ ചെറുക്കാ പോടാ. കൊച്ചു പിള്ളേരുടെ വായന വരെ കേൾക്കാൻ തുടങ്ങി. പൊയ്ക്കോ പൊയ്ക്കോ അവൻ പള്ളിയിൽ തോന്നി നിൽക്കണം അവന്റെ ചിരി അവന്റെ.